സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തരായ ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം, ഈശ്വരാർപ്പിതമായ എല്ലാ കർമ്മങ്ങളും എല്ലാം ഒരു യജ്ഞം തന്നെയാണ്. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും മനസ്സിലാക്കി തത്തുല്യമായി എങ്ങനെ ആ ശ്ലോകങ്ങളെ കിളിപ്പാട്ടിലേക്ക് തുഞ്ചത്താചാര്യൻ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം പഠന വിഷയമാക്കുന്നത്. ദശമസ്കന്ധത്തിലെ 9 ശ്ലോകങ്ങൾ നാം പഠിച്ചു, മനസ്സിലാക്കി കഴിഞ്ഞ ഭാഗങ്ങളിൽ. ഇനി 10ാമത് ശ്ലോകമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര കാരണത്തെ കുറിച്ച് പറയുന്ന 69 ശ്ലോകങ്ങൾ അടങ്ങിയ 1ാമത്തെ അധ്യായമാണ്. അതിലെ 10ാമത്തെ ശ്ലോകമാണ് വ്രജേ വസൻ കിം അകരോത് മധുപുര്യാം ച കേശവഃ ഭ്രാതരം ച അവധീത് കംസം മാതുർ അഥാത് അദദർഹണം. വ്രജേ വസൻ കിം അകരോത് മധുപുര്യാം ച കേശവഃ ഭ്രാതരം ച അവധീത് കംസം മാതുർ അഥാത് അദദർഹണം. 10ാമത് ശ്ലോകമാണ്. ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് പറയുന്നതായിട്ടാണ്, എനിക്ക് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തരണം. ഭഗവാന്റെ കഥകളൊക്കെ പറയുമ്പോൾ അതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബലരാമന്റെ കാര്യവും ഭഗവാന്റെ കാര്യവും സംശയങ്ങളും ഒക്കെ ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നതാണ്. മധുപുര്യാം ച കേശവഃ. കേശവഃ ശ്രീകൃഷ്ണ ഭഗവാൻ കേശവൻ. വ്രജേ മധുപുര്യാം ച വസൻ. വ്രജേ മധുപുര്യാം ച വസൻ അന്വയമാണ്. അന്വയം നടത്തുമ്പോൾ ആ വരിയെ അന്വയം നടത്തുമ്പോൾ കേശവഃ വ്രജേ മധുപുര്യാം ച വസൻ കിം അകരോത് ഇങ്ങനെയാണ് വരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ വ്രജേ ഗോകുലത്തിലും മധുപുര്യാം ച മധുരാപുരിയിലും മറ്റും വസൻ വസിച്ചുകൊണ്ട് കിം അകരോത് കിം എന്ത് അകരോത് ചെയ്തു. വ്രജേ വസൻ കിം അകരോത് മധുപുര്യാം ച കേശവഃ എന്നത് കേശവഃ. വ്രജേ മധുപുര്യാം ച വസൻ കിം അകരോത്. വ്രജേ മധുപുര്യാം ച ഗോകുലത്തിലും മധുരാപുരിയിലും മറ്റും വസൻ വസിച്ചുകൊണ്ട് കിം അകരോത് എന്ത് ചെയ്തു. ആര്? കേശവഃ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലത്തിലും മധുരാപുരിയിലും മറ്റും വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മാതുഭ്രാതരം ഭ്രാതരം ച അവധീത് കംസം മാതുർ അഥാത് അദദർഹണം. അതില് മാതുഭ്രാതരം മാതാവിന്റെ സോദരനും അദദർഹണം ച കൊല്ലരുതാത്തവനുമായ കംസം കംസനെ അഥ നേരിൽ താൻ തന്നെ അവധീത് വധിച്ചതെന്തുകൊണ്ട്? മാതുഭ്രാതരം അദദർഹണം ച കംസം അഥ അവധീത്. മാതാവിന്റെ സോദരനും കൊല്ലുവാൻ പാടില്ലാത്തവനുമായ കൊല്ലരുതാത്തവനുമായ അമ്മാവനായ കംസനെ നേരിൽ താൻ തന്നെ നിന്ന് വധിച്ചത് എന്തുകൊണ്ട്?
ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലത്തിൽ വസിച്ചു. അത് കഴിഞ്ഞ് മധുരാപുരിയിലേക്ക് പോയി. അവിടെ വസിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തു? തന്റെ അമ്മാവനായ, മാതൃസോദരനായ, കൊല്ലുവാൻ പാടില്ലാത്ത അമ്മാവനെ എന്തിനു കൊല ചെയ്തു? ശ്രീ പരീക്ഷിത് രാജാവിന്റെ സംശയമാണ്. സാമാന്യേന ഏവർക്കും ഉണ്ടാകുന്ന സംശയമാണത്. എന്തിനാ അതൊക്കെ ചെയ്തതെന്ന്. അമ്മാവനല്ലേ, അമ്മാവനെ കൊല്ലാൻ പാടുണ്ടോ? അപ്പൊ ആ ചോദ്യം പരീക്ഷിത് രാജാവിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് വ്യാസമഹർഷി. ആ ചോദ്യം നാം ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. അമ്മാവനെ കൊന്നതെന്തിനാണ് എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പരീക്ഷിത് രാജാവ്. വ്രജേവസം കിം അകരോത് മധുപുര്യാം ച കേശവഃ ഭ്രാതരം ചാവതീത് കംസം അതദർഹണനായ മാതൃഭ്രാതരം. അതദർഹണന എന്ന് പറഞ്ഞാൽ കൊല്ലരുതാത്തവനായ മാതൃഭ്രാതരം, മാതാവിന്റെ സഹോദരനെ വധിച്ചത് എന്തുകൊണ്ട്? ചോദ്യമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വ്രജേ മധുപുര്യാം ച വസൻ കിം അകരോത്, ഗോകുലത്തിലും മധുരാപുരിയിലും മറ്റും വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മാതുസോദരം അതദർഹണം കംസം ച അദ്ധാ അവധീത്. മാതാവിന്റെ സോദരനും കൊല്ലരുതാത്തവനുമായ കംസനെ നേരിൽ താൻ തന്നെ വധിച്ചത് എന്തുകൊണ്ട്? ഇങ്ങനെ പത്താമത്തെ ശ്ലോകത്തിനെ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നു, വഴിമാറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പങ്കജനേത്രൻ മധുരാപുരിക്കെഴുന്നള്ളി സംഘർഷണാനുജൻ താൻ ശങ്ക കൈവടിഞ്ഞ് തൻ മാതുലൻ തന്നെ ജനസംസദി മധ്യേ നിന്ന് ചേതസി വൈരം കലർന്ന് എന്തിനു കൊല ചെയ്തു? ഹേതുവെന്ത് അതിന് അതു കഷ്ടമല്ലയോ? വ്രജേവസംഖി മകരോത് മധുപുര്യാം ച കേശവ ഭ്രാതരം ചാവതീത് കംസം മാതുരത്താതർഹണം. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലത്തിലും മധുരാപുരിയിലും മറ്റും വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മാതാവിന്റെ സോദരനും കൊല്ലരുതാത്തവനുമായ കംസനെ നേരിൽ താൻ തന്നെ വധിച്ചത് എന്തുകൊണ്ട് എന്ന് വ്യാസഭഗവാൻ ചോദിക്കുമ്പോൾ തുഞ്ചത്താചാര്യൻ ചോദിക്കുകയാണ്. പങ്കജനേത്രൻ മധുരാപുരിക്കെഴുന്നള്ളി സംഘർഷണാനുജൻ താൻ. സംഘർഷണാനുജൻ ബലരാമന്റെ അനുജനായിട്ടാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ ജനിക്കുന്നത്. അതുകൊണ്ട് പങ്കജനേത്രൻ സംഘർഷണാനുജൻ താൻ ശങ്ക കൈവടിഞ്ഞ് യാതൊരു ശങ്കയുമില്ലാതെ, യാതൊരു സന്ദേഹവുമില്ലാതെ, ഉറപ്പോടുകൂടി തൻ മാതുലൻ തന്റെ അമ്മാവനെ ജനസംസദി മധ്യേ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കാണുകയെ, എല്ലാവരുടെയും കൺമുന്നിലായിട്ട് തന്നെ ചേതസി വൈരം കലർന്ന് എന്തിനു കൊല ചെയ്തു? ചോദ്യം. ഹേതുവെന്ത് അതിന് കാരണം എന്താണ്? കംസം മാതൃഭ്രാതരം കംസം അനദർഹണം കംസം, കൊല്ലരുവാൻ പാടില്ലാത്തവനായ അമ്മാവനെ
എന്തിന് കൊല ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിത്ത് ചേതസി വൈരം കലർന്ന് എന്തിനു കൊല ചെയ്തു ഹേതുവെന്തതിന്, അതിന് കാരണം എന്താണ്? അത് കഷ്ടമല്ലയോ, അത് കഷ്ടമല്ലയോ? ഈ ചോദ്യം ഭഗവാൻ വേദവ്യാസൻ നമ്മുടെ മനസ്സിലേക്ക് ഇടുന്നു. അതേ ചോദ്യം തന്നെ തുഞ്ചത്താചാര്യനും നമ്മുടെ മനസ്സിലേക്ക് ഇടുകയാണ്. ഭഗവാൻ അങ്ങനെ ചെയ്യാമോ? അമ്മാവനെ എന്തിനാ കൊല ചെയ്തത്? അതും എല്ലാവരും കാണുകെ. കൊല്ലുവാൻ പാടില്ലാത്ത ആ അമ്മാവനെ എന്തിനു ഭഗവാൻ എല്ലാവരും കാണേ? ജനസംസതി മധ്യേ എന്തിനു കൊല ചെയ്തു ഹേതുവെന്തതിന്, അത് കഷ്ടമല്ലയോ? ഇതാണ് 10ാമത്തെ ശ്ലോകത്തിന്റെ ഭാഷാവിഷ്കാരം. രണ്ട് മഹാമനീഷികളെ താരതമ്യം ചെയ്യുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. ഒപ്പം അന്യം നിന്നുപോയ സംസ്കൃത ഭാഷയോടുള്ള ഒരു സാമീപ്യം പ്രഖ്യാപിക്കലോടുകൂടിയാണ്. 10ാമത്തെ ശ്ലോകം നാം മനസ്സിലാക്കി, അതിന്റെ ഭാഷാവിഷ്കാരവും മനസ്സിലാക്കി. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശേഷം ഭാഗം അടുത്തത്.